സ്നേഹം മാത്രമല്ലേ നൽകിയിട്ടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തില് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭയപ്പെടുകയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ അന്യായമായിട്ട് തുറുങ്കിലടക്കുകയും ചെയ്തിരിക്കുന്നത്? അവരെത്ര വലിയ തീവ്രവാദികളാണോ കൊടുംഭീകരരാണോ അവരെ കാണുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നവരെ നിങ്ങളുടെ പാർട്ടി മാത്രം നോക്കിക്കൊണ്ട് കാണുവാനായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഗൂഢതന്ത്രത്തെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ നോക്കിക്കാണേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രതിഷേധ ധർണ ഞങ്ങൾ ഇവിടെ നടത്തുമ്പോൾ നിങ്ങളോട്, ഞങ്ങളുടെ ഭരിക്കുന്നവരോട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരോട് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. സർവശക്തന്റെ കരുത്ത് ആരറിയുന്നോ അവൻ കർത്താവിൽ വിശ്വസിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടു. ഞങ്ങൾക്ക് നിർബന്ധിച്ച് ആരെയും മാനസാന്തരപ്പെടുത്തേണ്ട കാര്യമില്ല. ഉത്തമമായ ബോധ്യങ്ങൾ ഉള്ളിടത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തി അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നത്. നാളെയുടെയും പ്രവാചക ശബ്ദമാണ്. അതൊരിക്കലും നിലയ്ക്കുകയില്ല. കാരണം അതിന്റെ വേര് എന്നുള്ളത് റോമാ സാമ്രാജ്യത്തിന്റെ അതിക്രൂരമായിട്ടുള്ള നിയമങ്ങൾക്ക് നേരെ നെഞ്ച് വിരിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ആശയങ്ങളെയും വാക്കുകളെയും പ്രബോധനങ്ങളെയും അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുടെ നിസ്വാർത്ഥമായ സേവനമാണ്. അതൊരിക്കലും നിലയ്ക്കുകയില്ല. കാരണം അനീതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും പ്രവാചക ശബ്ദമായി നിലനിരുന്ന ക്രിസ്തുവിന്റെ അനുയായികളാണ് ഓരോ സന്യസ്തരും. ആയ സ്ഥിതിക്ക് ഒരിക്കലും ഈ പ്രവാചക ശബ്ദം നിലയ്ക്കുകയില്ല. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം തരേണ്ടവർ ഉത്തരം തന്നേ പറ്റും. കാരണം ഇന്ത്യ മതേതര രാജ്യമാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും അവരുടെ അവകാശങ്ങൾ ഇരന്ന് ചോദിച്ചു വാങ്ങേണ്ടതല്ല, മറിച്ച് അത് അവന്റെ അവകാശമാണ്. ഇന്ന് ഈ ഒരു പറ്റം ജനങ്ങള് തെരുവില് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ തന്നെ അപമാനത്തിന് കാരണമാണ്.